ജൂലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ലെമൺ ഡേറ്റ്സ് പിക്കിളാണ്. ഇത് ബിരിയാണിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചെറുനാരങ്ങ, 300 ഗ്രാം ഈന്തപ്പഴം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകെടുക്കാം. ഞാനിവിടെ 10 മുളക് എടുത്തിട്ടുണ്ട്. വിനാഗിരി 1/4 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി 4 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1 ടീസ്പൂൺ, കായപ്പൊടി 1 ടീസ്പൂൺ, കറിവേപ്പില 3 തണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 15 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 5 വറ്റൽമുളക്, എണ്ണ ആവശ്യത്തിന്. നമുക്ക് ചെറുനാരങ്ങ ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ഇത് 10 മിനിറ്റിൽ ഹൈ ഫ്ലെയിമിൽ ആവി കയറ്റിയെടുക്കാം. പുഴുങ്ങിയെടുത്ത നാരങ്ങ കുരു കളഞ്ഞ് കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അരമണിക്കൂർ മാറ്റിവെക്കാം. ഉള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും ഇടാം. ഇനി ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞതിടാം. നന്നായി വഴറ്റണം. മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി മൊരിഞ്ഞു വരണം. ഇപ്പോൾ മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുളകും വേപ്പിലയും ഇടാം. ഇത് ലോ ഫ്ലെയിമിലാക്കി നമുക്ക് മുളക് പൊടി അതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മുളക് പൊടി ഇതിൽ കിടന്ന് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ മുളക് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഈന്തപ്പഴം ഇടാം. ഇതിലേക്ക് 1/4 കപ്പ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ബാക്കി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം നോക്കിയാൽ മതി. കാരണം നാരങ്ങയിൽ നമ്മൾ ഉപ്പിട്ടാണ് തിരുമ്മി വെച്ചിരിക്കുന്നത്. അപ്പോൾ നാരങ്ങയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഈന്തപ്പഴം നന്നായി അലിഞ്ഞ് ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന നാരങ്ങയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടാം.
ഇതിൻ്റെ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കാം. കാരണം നമ്മൾ അല്പം ഉപ്പ് ആദ്യം ഇട്ടിട്ടുള്ളൂ, പിന്നെ നാരങ്ങയുടെ കൂടെ മിക്സ് ചെയ്ത് വെച്ച ഉപ്പാണുള്ളത്. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ഉപ്പാണോ എന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ നമുക്കിടാം. അല്പം ഉപ്പ് കുറവുണ്ട്, നമുക്കത് ഇടാം. മധുരമുള്ള ഡേറ്റ്സ് ആണ് ഞാൻ ഇതിലെടുത്തിരിക്കുന്നത്. അതും ഞാൻ 300 ഗ്രാം എടുത്തതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഇതിന് ആവശ്യമുള്ള മധുരമുണ്ട്. ഇപ്പോൾ ലെമൺ ഡേറ്റ്സ് പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഒരാഴ്ച കഴിയുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുന്നത്. അല്ലാതെ നമുക്ക് ഉപയോഗിക്കാം, എന്നാലും ഒരാഴ്ച കഴിയുമ്പോഴേക്കും അതിൻ്റെ ഉപ്പ്, പുളി, മധുരം, മസാല എല്ലാം പിടിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.